ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി നമുക്ക് ഒരുമിച്ച് ഈശോയെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത് ദിവ്യകാരുണ്യത്തിൽ ഈശോ എഴുന്നള്ളിയിരിക്കുന്ന സമയമാണ്. നിന്റെ ബാഹ്യ നയനങ്ങൾ കൊണ്ട് കാണുമ്പോൾ വെറും അപ്പക്കഷണമാണ്. അപ്പസ്തോലന്മാർക്ക് അവരുടെ ആന്തരിക നയനങ്ങൾ തുറന്നു കൊടുത്തപ്പോൾ യേശുവാണെന്ന് മനസ്സിലായി. അത്രയും നേരം അവരുടെ കൂടെ നടന്നത് യേശുവാണെന്ന് അപ്പം മുറിച്ചപ്പോഴാണ് മനസ്സിലായത്. ഇതാ നിന്റെ ആന്തരിക നയനങ്ങൾ തുറന്ന്, വിശ്വാസത്തിൻ്റെ നയനങ്ങൾ തുറന്ന് നോക്കുമ്പോൾ ഈ അപ്പത്തിൽ എഴുന്നള്ളിയിരിക്കുന്നത് ജീവനുള്ള ദൈവമാണെന്ന് മനസ്സിലാകും. ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണെന്ന് പറഞ്ഞ കർത്താവ്, ആ കർത്താവാണ് ഈ അൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. ബത്ലഹേമിൽ പിറന്നവൻ, അപ്പത്തിൻ്റെ നാട്ടിൽ പിറന്നവൻ, അപ്പമായി തീരണമെന്ന് സ്വർഗം ആഗ്രഹിച്ചതുകൊണ്ടാണ് അപ്പത്തിൻ്റെ നാട്ടിൽ അവൻ പിറന്നത്. ഇതാ കർത്താവ് ഈ അൽത്താരയിലുണ്ട്, ഈശോ അൽത്താരയിലുണ്ട്. എവിടെയൊക്കെ യേശുവിൻ്റെ സാന്നിധ്യമുണ്ടോ അവിടെ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. പിതാവായ ദൈവമുണ്ട്, പരിശുദ്ധാത്മാവായ ദൈവമുണ്ട്. എവിടെയൊക്കെ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുന്നുവോ അവിടെയൊക്കെ സ്വർഗീയ ദൂതന്മാരുണ്ട്, വിശുദ്ധരുണ്ട്, രക്തസാക്ഷികളുണ്ട്. അദൃശ്യ സാന്നിധ്യമായി നിൽക്കുന്ന വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും സ്വർഗീയ ഗണങ്ങൾ മുഴുവനും ഇതാ മാലാഖമാര് ദൈവത്തെ ആരാധിക്കുന്ന സമയമാണ്. വിശുദ്ധര് ദൈവത്തെ ആരാധിക്കുന്ന സമയമാണിത്. ഈ സ്വർഗീയ ഗണങ്ങളോട് ചേർന്നാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത്. കാരണം നമ്മുടെ കണ്ണുകൾ നമ്മുടെ രക്ഷ കണ്ടു കഴിഞ്ഞു. ശിമയോൻ പറഞ്ഞില്ലേ, ഇതാ എൻ്റെ കണ്ണുകൾ രക്ഷ കണ്ടു കഴിഞ്ഞു, ലോകത്തിൻ്റെ രക്ഷ കണ്ടു കഴിഞ്ഞു. നമ്മൾ കാണാത്തവരെ പോലെ അല്ല ജീവിക്കുന്നത്, കണ്ടവരാണ്. അതുകൊണ്ട് നമ്മൾ കർത്താവിനെ കണ്ടുകൊണ്ടാണ് ആരാധിക്കുന്നത്. ബുദ്ധിയിൽ ആലോചിച്ചോ വിശ്വാസത്തിൽ ആലോചിച്ചല്ല, ദിവ്യകാരുണ്യത്തിൽ യേശുവിനെ കണ്ടുകൊണ്ട് നമ്മൾ ആരാധിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ആരൊക്കെ കർത്താവിനെ കണ്ടുവോ അവരൊക്കെ കമിഴ്ന്നു വീണ് ദൈവത്തെ ആരാധിക്കുന്നവരായിട്ട് മാറി. ഈ നിമിഷങ്ങളിൽ മക്കളെ, സഭയോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്, സ്വർഗീയ ഗണങ്ങളോടൊക്കെ ചേർന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. എല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇത് സ്വർഗത്തിൻ്റെ സാന്നിധ്യമായിട്ട് മാറും. നമ്മളിൽ ഈ സ്വർഗീയ സാന്നിധ്യം നിറയാൻ തുടങ്ങും. നമ്മളിൽ ആത്മീയ നന്മകൾ പുണ്യങ്ങളൊക്കെ നിറയാൻ തുടങ്ങും. ആത്മാവ് നമ്മളിൽ ചലിക്കാൻ തുടങ്ങും. എവിടെയൊക്കെ ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ, എവിടെയൊക്കെ ദൈവത്തെ സ്തുതിക്കുന്നുണ്ടോ, എവിടെയൊക്കെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നുണ്ടോ അവിടെയൊക്കെ നിശ്ചയമായിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടും. അതുകൊണ്ടാണല്ലോ ഈശോ പറഞ്ഞത്, ഈ ഭൂമിയിൽ എന്നെ ഏറ്റുപറയുന്നവനെ പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ ഏറ്റുപറയുന്നു. ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദിവ്യകാരുണ്യത്തിൽ യേശുവിനെ ആരാധിക്കുമ്പോൾ നമ്മൾ യേശുവിനെ ഏറ്റുപറയുകയാണ്, അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയാണ്. പിതാവിൻ്റെ സന്നിധിയിൽ ഈശോ നമ്മെയും മഹത്വപ്പെടുത്തുന്ന സ്വർഗീയ നിമിഷങ്ങൾ. കരങ്ങൾ 2 ദിവസങ്ങളിലേക്ക് ഉയർത്തിപ്പിടിക്കാം. മാലാഖമാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്. നമ്മുടെ വിശുദ്ധരുടെ കൂട്ടായ്മയാണിത്. ഇത് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടായ്മയാണ്. പുരോഹിത ഗണമാണ്. നമ്മൾ പുരോഹിത ഗണമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ് നമ്മൾ, രാജകീയ പുരോഹിത ഗണം. ഇതാ നമ്മൾ സ്വർഗത്തിൻ്റെ മക്കളാണ്, സ്വർഗത്തിൻ്റെ അവകാശികളാണ്. ഇതാ സ്വർഗീയ സാന്നിധ്യത്തിലാണ് നമ്മൾ. എല്ലാം മറന്ന് ഏതാനും നിമിഷം കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട്, ആത്മാവ് എങ്ങനെ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവോ അതുപോലെ ഈശോയെ കണ്ടുകൊണ്ട് വേണം ആരാധിക്കാൻ. ഈശോയെ നമ്മുടെ കണ്ണുകൾ കർത്താവിനെ കണ്ടുന്നേ. ദൈവത്തെ ദർശിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നിത്യതയിൽ അവനെ ദർശിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കാനല്ലാതെ മറ്റെന്ത് നമുക്ക് സാധ്യമാകും? സ്വർഗത്തിൽ ദൂതന്മാർ ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നത് പോലെ ഏതാനും നിമിഷം സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഈ നിമിഷങ്ങളിൽ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയുടെ നെറുകയിൽ തകർക്കപ്പെട്ടവരെ, മുറിവേറ്റവരെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തവും ചിന്തിയവരെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാലാഖമാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്, സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് യേശുവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന ഹല്ലേലൂയ കരങ്ങളടിച്ച് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന, പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന, 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 ആരാധന. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. കർത്താവേ, ആത്മീയ ദാനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആത്മീയ നന്മകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, ഈ മക്കളിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ കർത്താവേ ഈ മക്കളെ നിറയ്ക്കണമേ. ആത്മാവിന്റെ ഫലങ്ങൾ നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിന്റെ സാന്നിധ്യം നിറയട്ടെ. യേശുവിന്റെ സാന്നിധ്യം നിറയട്ടെ. ഉള്ളിലുള്ള യേശുവിന്റെ സാന്നിധ്യം ജ്വലിക്കട്ടെ. ഉള്ളിലുള്ള യേശുവിന്റെ സാന്നിധ്യം ശക്തി പ്രാപിക്കട്ടെ, ഫലം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഫലപ്പെടുത്തണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങളടിച്ചു പാടിക്കേ. അത്യുന്നതങ്ങളിൽ ആരാധന, ആരാധ്യനാഥനിൽ ആരാധന, അത്യുന്നതങ്ങളിൽ ആരാധന, ആരാധ്യനാഥനിൽ ആരാധന, മാലാഖമാർ പാടും ആരാധന, പരിശുദ്ധരേകിടും ആരാധന, മാലാഖമാർ പാടും ആരാധന, പരിശുദ്ധരേകിടും ആരാധന, 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 ആരാധന. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ആത്മീയ ജീവിതത്തില് ഏതെങ്കിലും മേഖലകളിൽ ഈ മക്കൾ അസ്വസ്ഥരാണെങ്കിൽ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ടെങ്കിൽ, സ്നേഹിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷത്തിലായിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ, എളിമപ്പെടാൻ പറ്റണില്ല, വിട്ടുകൊടുക്കാൻ പറ്റണില്ല, ഹൃദയം കൊണ്ട് എളിമപ്പെടാൻ പറ്റാത്ത രീതിയിൽ, ഒന്ന് ക്ഷമ പറയാൻ പറ്റാത്ത രീതിയിൽ അഹങ്കാരത്തിലായിരിക്കുന്ന മക്കളെ കർത്താവേ നീ വിശുദ്ധീകരിക്കണമേ. ഈശോയെ ഈശോയെ, നീ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ എളിമപ്പെടുത്തി ശൂന്യനാക്കി
കർത്താവേ, ഞങ്ങളിൽ ഒരുവനായി നീ മാറിയില്ലേ കർത്താവേ. നിന്റെ സ്നേഹം ഞങ്ങളിൽ നിറയുമ്പോ എളിമപ്പെടാനുള്ള ഒരു അഭിഷേകം ഞങ്ങളിൽ നിറയണമേ. എളിമപ്പെടാനുള്ള അഭിഷേകം ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളുടെ കുടുംബത്തില്, ഞങ്ങളുടെ കൂട്ടായ്മകളിലൊക്കെ എളിമപ്പെടാൻ എല്ലാം ദൈവത്തിന്റെ ദാനമാണെന്ന് നിരന്തരം പറയാൻ, പ്രഖ്യാപിക്കാൻ പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണെന്ന് പറയാൻ, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണെന്ന് പറയാൻ ഈശോയെ എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിക്കാം. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിക്കാം. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിക്കാം. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ രണ്ടും മാറോട് ചേർക്കാം, കണ്ണുകൾ അടയ്ക്കാം, അല്ലെങ്കിൽ കണ്ണുകൾ തുറന്ന് വികാരത്തിലേക്ക് നോക്കാം. ഹൃദയം മനസ്സൊക്കെ ശാന്തമാകുക. ഞാൻ ദൈവമാണെന്ന് അറിയുക. ഈ നിമിഷങ്ങളിലൊക്കെ നമ്മൾ ദൈവത്തെ ആരാധിച്ചു, സ്തുതിച്ചു, മഹത്വപ്പെടുത്തി, ദൈവത്തിന് നന്ദി പറഞ്ഞു. സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് നമ്മൾ ജീവിക്കുന്ന കർത്താവിനെ ആരാധിച്ചു. ഈ ആരാധിച്ചേറ്റു പറഞ്ഞ കർത്താവ് ഈ അൾത്താരയിൽ മാത്രമല്ല എന്ന് നീ വിശ്വസിക്കണം. ഇമ്മാനുവേൽ, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അവൻ നമ്മോട് കൂടെയാണ്. മോളെ, മോനെ, ഇതാ നിന്റെ ചാരെ, നിന്റെ കൂടെ നിന്റെ കർത്താവുണ്ട്.
ഇതാണ് അഭിഷേകം. എൻ്റെ കൂടെ എൻ്റെ കർത്താവുണ്ടെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുഭവങ്ങളിലും ഏറ്റുപറയുന്നതാണ് അഭിഷേകം. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും ക്രിസ്തുവിനെ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുന്നതാണ് അഭിഷേകം. ഈശോയെ, ഞങ്ങളിലേക്ക് നിന്റെ സ്നേഹം നീ ചൊരിയണമേ. ഉന്നതമായ സ്നേഹം നിറയ്ക്കണമേ. ഈ ലോകത്തിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് പോരാ. അത് നിബന്ധനകളുള്ളതും അതൊത്തിരി കണ്ട് കണ്ടീഷനായിട്ടുള്ള സ്നേഹങ്ങൾ. അതല്ല, പരിധികളില്ലാത്ത, പരിമിതികളില്ലാത്ത, ശൂന്യവൽക്കരിക്കുന്ന ആ പരിശുദ്ധ സ്നേഹമുണ്ടല്ലോ, കാൽവരി കുരിശിൽ പൂർത്തിയാക്കിയ ഒരു സ്നേഹമുണ്ടല്ലോ, കുരിശിൽ വെളിപ്പെടുത്തി. ആ സ്നേഹമാണ് ഈശോ ഞങ്ങൾക്ക് വേണ്ടത്. ഇത് ലോകത്തിന് തരാൻ പറ്റില്ലെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഈശോ നിനക്ക് തരാൻ പറ്റുമല്ലോ. ഈ സ്നേഹം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുക. മക്കളെ, ഈ സ്നേഹത്തിലാണ് നമ്മൾ രൂപപ്പെടേണ്ടത്. ഈ സ്നേഹത്തിൽ മാത്രമായിരിക്കട്ടെ നമ്മൾ രൂപപ്പെടുന്നത്. മറ്റെല്ലാ സ്നേഹങ്ങളും അത് സ്വാർത്ഥതയുടെ സ്നേഹങ്ങളാണ്. ഇതാ നിസ്വാർത്ഥമായ സ്നേഹം, അത് യേശുവിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹം നിന്നെ ഇതാ ചേർത്ത് പിടിക്കുകയാണ്. ഇപ്പോൾ മാത്രമല്ല മോനെ, എല്ലാ സമയത്തും നിന്റെ സ്വകാര്യ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളിലും ഒറ്റപ്പെടലുകളിലും തിരസ്കരണങ്ങളിലും ഇങ്ങനെ ഭാരപ്പെടുന്ന അനുഭവങ്ങളിലും മനസ്സിലാക്കപ്പെടാതെ പോകുന്ന ജീവിതത്തിൻ്റെ എല്ലാം നിന്നെ പൊതിഞ്ഞു പിടിക്കുന്നൊരു സ്നേഹമുണ്ട്. ആ സ്നേഹമാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്കായി പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ മാംസം ധരിച്ചത് ഈശോ. അത് സ്നേഹമാണ്, ഒരു അപ്പൻ്റെ സ്നേഹമാണ് ഈശോ നമ്മോടുള്ള സ്നേഹം. അത് മാംസം ധരിച്ചതാണ്. നമ്മളിൽ ഈ സ്നേഹം മാംസം ധരിക്കുമ്പോൾ അത് യേശുവിൻ്റെ സാന്നിധ്യമായിട്ട് മാറും. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ നിന്റെ സ്നേഹത്തിൻ്റെ ഒരു തലോടൽ, സ്പർശനം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമായ സ്നേഹമാണല്ലോ. മുറിയപ്പെടുമ്പോഴും സ്നേഹിക്കുന്ന ഒരു സ്നേഹം, തിരസ്കരിക്കപ്പെടുമ്പോഴും തിരസ്കരിച്ചവനെ പോലും ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹം, തള്ളിക്കളയുമ്പോഴും തള്ളിക്കളഞ്ഞവനെ പോലും ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹം, കുന്തം കൊണ്ട് മാറ് പിളർക്കുമ്പോൾ ആ കുന്തം കൊണ്ട് കുത്തിയവൻ്റെ കണ്ണുകൾക്ക് സൗഖ്യം നൽകിയ സ്നേഹം. ഈശോ, ഈ സ്നേഹം ഇന്നുവരെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അല്ലെങ്കിൽ ആ സ്നേഹത്തിൽ ഇന്നുവരെ ഞങ്ങൾ രൂപപ്പെടേണ്ടതുപോലെ രൂപപ്പെട്ടിട്ടില്ല. ഈശോ, ഈ സ്നേഹത്തിൽ ഈ ദിവസങ്ങളിലും ഈ നിമിഷങ്ങളിലൊക്കെ ഞങ്ങളെ രൂപപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാം. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ഇത് ക്രിസ്തു നമ്മളിൽ രൂപപ്പെടണം. ക്രിസ്തു നമ്മിൽ രൂപപ്പെടുന്നതാണ് ക്രിസ്മസ്. ക്രിസ്തു രൂപപ്പെടുമ്പോൾ ക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മളിൽ നിറയും. അവൻ്റെ സ്നേഹം നമ്മളിൽ പൂർണ്ണത പ്രാപിക്കും. ആ സ്നേഹത്തിലേക്കുള്ള വളർച്ചയാണ് മക്കളെ യഥാർത്ഥ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ച. മറ്റൊന്നുമല്ല, വരദാനങ്ങളല്ല. ആത്മീയ ജീവിതത്തിൽ നമ്മൾ കാട്ടിക്കൂട്ടുന്ന ഭക്തി-അഭ്യാസങ്ങളൊന്നുമല്ല. യേശുവിൻ്റെ സ്നേഹത്തിലുള്ള വളർച്ചയാണ് യഥാർത്ഥ ആത്മീയതയിലുള്ള വളർച്ച. ബാക്കിയെല്ലാം ഉണ്ടായിട്ടും സ്നേഹമില്ലെങ്കിൽ വെറും കൈത്താളവും ഇങ്ങനെ ചിലങ്ങിക്കൊണ്ടിരിക്കുന്ന ചേങ്ങലയാണെന്ന വചനം പറയുന്നത്. സ്നേഹമായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. സ്നേഹമായിരിക്കട്ടെ നമ്മളെ നിർബന്ധിക്കേണ്ടത്. കൊരിന്തോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് പോലെ ഈ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ആ സ്നേഹം നിർബന്ധിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഓടുന്നത്. ആ സ്നേഹം നിർബന്ധിക്കുന്നതുകൊണ്ട് നമ്മൾ ക്ഷമിക്കുന്നത്. ആ സ്നേഹം നിർബന്ധിക്കുന്നതുകൊണ്ട് നമ്മൾ എളിമപ്പെടുന്നത്. ആ സ്നേഹം നിർബന്ധിക്കുന്നതുകൊണ്ട് നമ്മൾ നമ്മളിൽ നിന്നും പുറത്തു കടന്ന് അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. ഈ സ്നേഹം നിർബന്ധിക്കുന്നതുകൊണ്ടാണ്. ഈ ലോകത്ത് എത്രയോ സന്യാസിനിമാര് അവശരായവരെ, പാവപ്പെട്ടവരെ, ബലഹീനരെ, വൈകല്യങ്ങളുള്ളവരെ, കുറവുള്ളവരൊക്കെ പരിപാലിക്കുന്നുണ്ട് സ്വന്തം മക്കളെ പോലെ. ആ സ്നേഹം നിർബന്ധിക്കുന്നത് കൊണ്ടല്ലേ. ഇന്നും പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും നടുവിൽ അവരന് വേണ്ടി ജീവിക്കുന്ന എത്രയോ ജീവിതങ്ങളുണ്ട്. സ്നേഹം നിർബന്ധിക്കുന്നത് കൊണ്ടല്ലേ. ഇന്നും സ്വയം മറന്ന് അവരന് വേണ്ടി കഷ്ടപ്പെടുന്ന എത്രയോ ജീവിതങ്ങളുണ്ട്. സ്നേഹം നിർബന്ധിക്കുന്നത് കൊണ്ടല്ലേ. 5 ലക്ഷത്തിലധികം വരുന്ന വൈദികരുണ്ട്. 10-30 ലക്ഷത്തിലധികം വരുന്ന സിസ്റ്റേഴ്സ് ഉണ്ട്. തങ്ങളുടെ ജീവിതം, കുടുംബം, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, ലോകം സമ്മാനിക്കാവുന്ന പല സന്തോഷങ്ങളും വേണ്ടെന്ന് വെച്ച് ദൈവരാജ്യത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, പ്രത്യേകിച്ച് അന്യരാജ്യങ്ങളിൽ, മിഷൻ സെൻ്ററുകളിൽ, ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്നവരില്ലേ. ഈ സ്നേഹം നിർബന്ധിക്കുന്നത് കൊണ്ടാണ്. ഈ സ്നേഹം നമ്മളിൽ കിട്ടിയാലേ ഈ സ്നേഹത്തിൻ്റെ നിർബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കും.
ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ യേശു ജീവിക്കുന്നവനായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റും. യേശുവിൻ്റെ സാന്നിധ്യം ജീവിക്കുന്ന സാന്നിധ്യമായിട്ട് നമുക്ക് അനുഭവവേദ്യമാക്കി തരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവേ, നിൻ്റെ ചൈതന്യം, നിൻ്റെ സ്നേഹം, നിൻ്റെ സാന്നിധ്യം ഞങ്ങളിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്തെല്ലാം ആത്മീയ നന്മകൾ, പുണ്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, ആത്മീയ വളർച്ചകൾ, ആ വിഷയങ്ങൾ ഈശോ കൊടുത്ത് ഈ ദിവസം ആഗ്രഹിക്കുന്നവരിലേക്കാണ്, ദാഹിക്കുന്നവരിലേക്കാണ് ദൈവം തൻ്റെ ആത്മാവിനെ വർഷിക്കുന്നത്. അതുകൊണ്ട് ആഗ്രഹിച്ച് ആത്മീയ നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ദൈവിക പുണ്യങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. പുണ്യങ്ങൾ നമ്മൾ വളരാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ ഈശോയെ. ആഴത്തിലെന്നോടൊന്നിടപെടണേ. ആമേൻ. ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടൊന്നിടപെടണേ. ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആഴത്തിലെന്നോടൊന്നിടപെടണേ. ആത്മാവിലെന്നോടൊന്നിടപെടണേ. കരങ്ങൾ മാറോട് ചേർത്ത് ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. കർത്താവിൻ്റെ സ്നേഹമാണിതെല്ലാം. ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ ആരാധന, ആരാധന, യേശുവേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും